ഞാൻ ഡോക്ടർ MP മണി. ആയുർവേദം, യോഗ, സിദ്ധവൈദ്യം, യുനാനി, നമ്മുടെ പാരമ്പര്യ ചികിത്സാ രീതികളെ ഉന്നമനത്തിനാണ് അവയുടെ ഉന്നമനത്തിനാണെന്നാണ് പറയുന്നത്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഓരോ വർഷവും ശതകോടികളാണ് ചിലവാക്കുന്നത്. ശതകോടികൾ. ഇത് എന്താണ് 2014 നവംബറിലോ മറ്റോ തോന്നുന്നു ആയുഷ് മന്ത്രാലയം ഉണ്ടാക്കിയത്. ഇതിൽ ഈ ഇത്രയും ശതകോടികൾ ചിലവായിട്ട് എന്തുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നറിയില്ല. കുറേ ഉദ്യോഗസ്ഥന്മാർക്ക് ഭീമമായ ശമ്പളം വാങ്ങാനുള്ള സംവിധാനമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യം. കാരണം ഈ ആയുർവേദ മേഖലയിൽ കച്ചവടവും രോഗികളും തീരെ കുറഞ്ഞുകൊണ്ട് വരിക. ഇവരെവിടെ ഈ ഉന്നമനം നടത്തിയിട്ട് എന്താ പ്രയോജനം ഉണ്ടായത്? അതാണ് നമുക്കറിയേണ്ട കഥ. ആയുർവേദ സ്ഥാപനങ്ങൾ നടത്തുന്നവർ പലരും വെൽനസ് സെൻ്ററാക്കി മാറ്റിയിരിക്കുക, സുഖചികിത്സാ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുക. കാരണം രോഗികളില്ലാത്തത് കൊണ്ടാണ് സംഭവിച്ചത്. പിന്നെ വേറെ പലർ ഈ അത്ഭുത മരുന്നുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ആയുർവേദത്തിൻ്റെ പോക്ക് വളരെ എന്താ പറയുക, ജനക്ഷേമകരമായ ഒരു കാര്യത്തിലൂടെ അല്ല സഞ്ചരിക്കുന്നത്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഏതെങ്കിലും ടൗണിൽ പോകുമ്പോൾ 4 ആയുർവേദ മരുന്ന് കടയിൽ പോയി ചോദിച്ചാൽ മതി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ അവർ ബാക്കി കാര്യങ്ങൾ അവർ പറഞ്ഞുതരും. ഈ കണക്കിന് പോയാൽ ആയുർവേദം അധികം വൈകാതെ വളരെ, കാരണം ഒരുപാട് ആയുർവേദ ഏജൻസ് മരുന്ന് കടകളൊക്കെ പൂട്ടി വരുന്ന നമ്മൾ കാണുന്നുണ്ട് എല്ലായിടത്തും. ഞാൻ തന്നെ ഒരുപാട് സ്ഥലത്ത് ഈയിടെ കാണുന്നുണ്ടായി. അപ്പോൾ ആയുർവേദത്തിൻ്റെ ഉന്നമനമായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇവിടെ പുതിയ ഏത് ശാസ്ത്രത്തിനും ഉന്നമനം ഉണ്ടാകണമെങ്കിൽ പുതിയ അറിവുകൾ വരണം. ഈ പുതിയ അറിവുകൾ ശാസ്ത്രീയമായിരിക്കണം, പരീക്ഷണസിദ്ധമായി തെളിയിക്കപ്പെട്ടവയായിരിക്കണം. എങ്കിലേ ഒരു ശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ. എൻ്റെ സതീർത്ഥരായ ചിലർ തന്നെ എന്നോട് പറഞ്ഞത് 2 മാസമായി ഈച്ചയായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ആയുർവേദക്കാർ പറയുന്നു വേറെ ആരൊക്കെയോ ശാസ്ത്രവാദികൾ ഇത് അശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് നടക്കുന്നു, അതുകൊണ്ടാണ് ആൾ വരാത്തത്. രോഗിക്ക് ആശ്വാസം കിട്ടിയാൽ രോഗി വരാതിരിക്കുമോ? രോഗി തീർച്ചയായിട്ടും വരും. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇത്തരം സ്ഥാപനങ്ങൾ നടത്തിയിട്ട് രാജ്യത്തിനോ ജനങ്ങൾക്കോ ആയുർവേദത്തിനോ മറ്റ് പാരമ്പര്യ വൈദ്യശാസ്ത്രങ്ങൾക്കോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്നൊരു പഠനം നടത്തണമെന്നുള്ളതാണ്. ഇവർ ഈ റിസർച്ച് സെൻറ്റർ, ഗവേഷണ കേന്ദ്രം എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഇവിടെ എന്ത് ഗവേഷണം നടത്തിയെന്ന് ഇവർ പറയണ്ടേ? ഈ ലക്ഷങ്ങളല്ല, ശതകോടികളാണ് ഓരോ കൊല്ലം ചിലവാക്കുന്നത്. ജനങ്ങളുടെ നികുതി പണമാണിത്, ജനക്ഷേമത്തിന് ചിലവാക്കേണ്ട പണമാണ്. ശതകോടികൾ ഓരോ വർഷം കുറച്ച് പേര് തിന്ന് തീർക്കുക. വേറെ രാജ്യത്തിന് എന്തുണ്ടായി ഇവർ പറയണം. ഞങ്ങൾ ഇതിൻ്റെ പുതിയ അറിവുകൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടോ അവർക്ക്? പിന്നെ എൻ്റെ അനുഭവം അത് ഇതിലേറെ വിചിത്രമല്ലേ. ആസ്മയ്ക്ക് കാരണം അലർജി അല്ല എന്നുള്ള പുതിയൊരു വൈദ്യശാസ്ത്ര സിദ്ധാന്തം, ആ സിദ്ധാന്തം അനുസരിച്ച് ആസ്മ രോഗികളെ കൈകാര്യം ചെയ്താൽ ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും ബഹുഭൂരിപക്ഷം പേരിലും. ആ സിദ്ധാന്തം MG യൂണിവേഴ്സിറ്റി സ്വീകരിച്ചതാണ് ഗവേഷണ പരീക്ഷണമായി തെളിയിക്കാനുള്ള ഗവേഷണ പദ്ധതി ഞാൻ സമർപ്പിച്ചത്. അത് അട്ടിമറിച്ചവരിൽ ഇത്തരം ലക്ഷങ്ങൾ കോടികൾ മുടക്കി നടന്ന ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നതന്മാരുണ്ടായിരുന്നു. അവന്മാർക്ക് ഒപ്പിട്ട കടലാസുകൾ ഇരിപ്പുണ്ട് എൻ്റെ മേശയ്ക്കകത്തപ്പോഴും. ഇത്തരം അപ്പം ഈ തെമ്മാടിത്തരമല്ലേ കാണിക്കുന്നത്? രാഷ്ട്ര പുരോഗതിക്കും ജനക്ഷേമത്തിനും ശാസ്ത്ര പുരോഗതിക്കും സഹായിക്കുന്ന ഒരു ഗവേഷണ പദ്ധതിയെ ചതിച്ചട്ടിമറിക്കുകയാണ് അവന്മാർ. ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്നവരും ഇവരാണ് ഗവേഷണം നടത്തുന്നത്. എന്ത് പുതിയ അറിവാണ് ഒരു രാജ്യത്തിന് സംഭാവന ചെയ്ത് പറയണ്ടേ? ആയുർവേദത്തിൽ ജനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക. ആയുർവേദം ഈ സർക്കാർ ആശുപത്രികളിൽ ആരെങ്കിലും പോണെങ്കിൽ എൻ്റെ കുഴപ്പം കിട്ടാൻ പോവുക. നമ്മൾ ശ്രദ്ധിക്കണം. തിരുവനന്തപുരത്തുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ ഒരു 10 മിനിറ്റ് നിൽക്കുക. സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ ഒരു ദിവസം മുഴുവൻ ആയുർവേദ കോളേജിൻ്റെ മുമ്പിൽ നിൽക്കുക. അവിടെ വരുന്ന പേഷ്യൻസിനെ കണക്കൊന്ന് താരതമ്യം ചെയ്താൽ വിവരം അറിയും ജനങ്ങൾ എത്രമാത്രം ആയുർവേദത്തിൽ പോകുന്നുണ്ടെന്ന്. എനിക്കിവന്മാരോട് അറപ്പാണ് ആയുർവേദക്കാരെ കാണുക പറയുമ്പോൾ. കാരണം എൻ്റെ ചതിച്ചതാ ഈ മഹാന്മാരും. എൻ്റെ ഗവേഷണ പദ്ധതി അട്ടിമറിച്ച് ചതിച്ചതുകൊണ്ട് എനിക്കല്ല, ഈ രാജ്യത്തിനാണ് നഷ്ടം, ഇവിടുത്തെ ജനങ്ങൾക്കാണ് നഷ്ടം. ഇപ്പം ചില മഹാന്മാരെന്നെ ഉപദേശിക്കാൻ വരിക, താങ്കളുടെ കാലശേഷം നഷ്ടപ്പെടരുത്, അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എവിടേക്കാണ് ആയുർവേദം പോകുന്നത്? ദയവ് ചെയ്തിട്ട്
ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടാനുള്ള നടപടി എത്രയും നേരത്തെ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.